ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ഡിസംബർ 16 ഓക്കെ. സോ അതിൻ്റെ ബേസ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, ക്രാഷ് കോഴ്സാണ്. ഓക്കെ, October 4 നമ്മൾ രണ്ടാമത്തെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ആയവർക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതിലിപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ എക്സാം ആയിരുന്നു ഇന്നലെ. ഇന്ന് സെക്കൻഡ് മൊഡ്യൂൾ ജസ്റ്റ് സ്റ്റാർട്ടഡ് ഉള്ളി. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് ബാച്ചിൽ നമ്മുടെ ഡയോഡ് ക്ലിപ്പേഴ്സ് തേർഡ് മൊഡ്യൂൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ MCQ ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പം MCQ ആയിട്ട് മാത്രം തന്നെ നമ്മുടെ ടെലഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യാം. MCQ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടും നമ്മൾ ടെലഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ലിമിറ്റഡ് സർക്യൂട്ട് ഈസ് ഓൾസോ നോൺ ആസ് A limiter circuit is also known as clamp circuit, chopping circuit, clipper circuit, chopper circuit. എന്താണ് ഒരു ലിമിറ്റർ സർക്യൂട്ട് എന്ന് വെച്ചാൽ? ലിമിറ്റർ സർക്യൂട്ട് ഈസ് ഓൾസോ നോൺ ആസ് ക്ലിപ്പർ സർക്യൂട്ട് ആണ്, ക്ലിപ്പർ സർക്യൂട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ലിപ്പിങ്ങും ക്ലാമ്പിങ്ങും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറി. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ടു ആഡ് എ DC ഓഫ്സെറ്റ് ടു വേവ് ഫോം? വിച്ച് ഓഫ് ദി ഫോളോയിങ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ടു ആഡ് എ DC ഓഫ്സെറ്റ് ടു വേവ് ഫോം? ക്ലാമ്പർ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ക്ലാമ്പർ സർക്യൂട്ട് ആണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്ലാമ്പിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ഓർ ആൻ എന്തായിരിക്കും? DC ലെവൽ ഇൻറ്റു ആൻ AC ലെവലാണോ? AC ലെവൽ ഇൻറ്റു ആൻ AC ലെവലാണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, ഇൻട്രൊഡ്യൂസിങ് എ എന്താണ് DC ലെവൽ ഇൻറ്റു ആൻ AC സിഗ്നൽ. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ഡിജിറ്റൽ ക്ലോക്ക് കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി പൾസ് ഈസ് ജനറേറ്റഡ് ബൈ. ഇൻ എ ഡിജിറ്റൽ ക്ലോക്കിൽ കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി പൾസ് ഈസ് ജനറേറ്റഡ് ബൈ ഏതാണ്? ഇറ്റ് ഈസ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. നമ്മൾ ഓൾറെഡി പഠിച്ചു. അസ്റ്റേബിൾ മൾട്ടി ബൈസ്റ്റേബിൾ ഒക്കെ നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ക്ലാമ്പർ സർക്യൂട്ട് ഓപ്ഷൻ എ, ഓപ്ഷൻ 1 ആഡ് ഓർ സെപ്പറേറ്റ് എ DC വോൾട്ടേജ് ടു ഓർ ഫ്രം എ വേവ് ഫോം ഡസ് നോട്ട് ചേഞ്ച് ദി ഷേപ്പ് ഓഫ് ദി വേവ് ഫോം. വിച്ച് ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അവർ കറക്റ്റ്? ഏതാണ് ക്ലാമ്പർ സർക്യൂട്ടിനെ കുറിച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഏതാണ്? രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് അല്ലേ? ബോത്ത് 1 and 2. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ക്ലാമ്പർ സർക്യൂട്ട്. ക്ലാമ്പർ സർക്യൂട്ടിൻ്റെ പ്രൈമറി ഫംഗ്ഷൻസ് എന്താണ്? നമ്മളിത് നേരത്തെ പറഞ്ഞതാണ്. ഇറ്റ് വിൽ ഇൻട്രൊഡ്യൂസ് എ DC സിഗ്നൽ ഇൻറ്റു ആൻ AC സിഗ്നൽ. ഇൻട്രൊഡ്യൂസ് എ DC സിഗ്നൽ ഇൻറ്റു ആൻ AC സിഗ്നൽ. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സർക്യൂട്ട് ഇൻ ദ ഗിവൺ ഇമേജ് ഈസ്. അത് ഏത് സർക്യൂട്ടാണ്? പാരലൽ ക്ലാമ്പർ വിത്ത് DC സപ്ലൈ ആണോ? സീരീസ് ക്ലിപ്പർ വിത്ത് DC സപ്ലൈ ആണോ? അതോ സീരീസ് ക്ലാമ്പർ വിത്ത് DC സപ്ലൈ ആണോ? അതോ പാരലൽ ക്ലിപ്പർ ഓൺ വിത്ത് DC സപ്ലൈ ആണോ? ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. ഇറ്റ് സീരീസ് ക്ലിപ്പർ വിത്ത് DC സപ്ലൈ ആണ് അല്ലേ? സീരീസ് അല്ലേ? അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സർക്യൂട്ട് ഈസ് യൂസ് ടു ആഡ് എ DC ഓഫ്സെറ്റ് ടു വേവ് ഫോം? DC ഓഫ്സെറ്റ് ഏതായിരിക്കും? DC ഓഫ്സെറ്റ് ഏതായിരിക്കും? ഇറ്റ് ഈസ് ക്ലാമ്പർ സർക്യൂട്ട്. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ പ്രൊഡ്യൂസ് ഏത് വേവ് ഫോമാണ്? ഇറ്റ് സ്ക്വയർ വേവ് ഫോം. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ പൾസ് റിപ്പീറ്റേഷൻ ഫ്രീക്വൻസി ഓഫ് എ വേവ് ഫോം എന്ന് പറയുന്നത് 1000 Hz ആണെങ്കിൽ ദെൻ ഇറ്റ്സ് PRT വിൽ ബി ഈക്വൽ ടു എന്തിനായിരിക്കും? ഈ PRT എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ടു ഡാഷ് എന്തിന് ഈക്വൽ ആയിരിക്കും? 0.1 milliseconds ആണോ? 1.0 ആണോ? 10 ആണോ? 100 ആണോ? പൾസ് റിപ്പീറ്റേഷൻ ടൈം ഓഫ് എ പീരിയോഡിക് വേവ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക. ഇറ്റ് ഇസ് 1 by പൾസ് റിപ്പീറ്റേഷൻ ഫ്രീക്വൻസി ആണ്. PRT ഓഫ് എ പീരിയോഡിക് വേവ് എന്ന് പറയുന്നത് 1 by പൾസ് റിപ്പീറ്റേഷൻ ഫ്രീക്വൻസി ആണ്. ഓൾറെഡി തന്നിട്ടുണ്ട് 1/1000. ദാറ്റ് ഈസ് എത്രയാണ്? 1 millisecond കിട്ടും ആൻസർ. 1 millisecond. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം ദ ഔട്ട്പുട്ട് ഈസ് ആക്റ്റീവ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം പീരീഡ് ഓഫ് ദി ഔട്ട്പുട്ട് സിഗ്നൽ. ഏതായിരിക്കും? ദ ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്റ്റീവ് ഔട്ട്പുട്ട് ഇസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം പീരീഡ് ഓഫ് ദി ഔട്ട്പുട്ട് സിഗ്നൽ. ഇറ്റ് ഈസ് ഡ്യൂട്ടി സൈക്കിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ഓഫ് ക്ലാമ്പർ ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ട്. ക്ലാമ്പറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഈസ് ഫോർ DC കോമ്പണൻ്റ് അല്ലേ? ഫോർ DC കോമ്പണൻ്റ് റിസ്റ്റോറേഷൻ. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി സർക്യൂട്ട് ദാറ്റ് ഷിഫ്റ്റ് ദി ഒറിജിനൽ സിഗ്നൽ ഇൻ എ വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡയറക്ഷൻ? ഒറിജിനൽ സിഗ്നലിനെ ഷിഫ്റ്റ് ചെയ്യാണ് ഇൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ. ഏതാണ്? പീക്ക് ക്ലിപ്പർ സർക്യൂട്ട് ആണോ? നെഗറ്റീവ് ക്ലാമ്പിംഗ് ആണോ? ദാറ്റ് ഈസ് പോസിറ്റീവ് ക്ലാമ്പിംഗ് സർക്യൂട്ട് ആണോ? കോമ്പിനേഷൻ ക്ലിപ്പർ സർക്യൂട്ട് ആണോ? ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, നെഗറ്റീവ് ക്ലാമ്പിംഗ് സർക്യൂട്ട് ആണ്. ഓക്കെ, നെഗറ്റീവ് ക്ലാമ്പിംഗ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ MCQ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ PDF നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അയക്കും. നമ്മൾ MCQ ഓരോ ടോപ്പിക് വൈസ് നമ്മുടെ മൊഡ്യൂൾ അനുസരിച്ചുള്ള ഓരോ ടോപ്പിക് വൈസ് MCQ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ October 4 രണ്ടാമത്തെ ബാച്ചിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, താങ്ക്